ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. ബിബി പാസ്റ്റർക്കും വന്ന് നമ്മളോട് കൂടെ കർത്താവിൻ്റെ വചനം പറയാനായിട്ട് കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അല്പസമയം നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. കർത്താവ് ഇന്ന് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കാൻ പോകുകയാണ്. നമ്മൾ ഇന്നത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് തിമത്യോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളാണ് ധ്യാനിക്കാൻ പോകുന്നത്. ലൈവിൽ കൂടിയവർക്കറിയാം, ഇന്നലെയും ഇതേ വാക്യത്തിൽ നിന്ന് ശുശ്രൂഷിച്ചത് തിമത്യോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 11-12 ദൈവവചനങ്ങൾ. അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ധന്യനായ പൗലോസ്ലീഹ തിമത്യോസിന് ലേഖനം എഴുതി ഉറപ്പിക്കുമ്പം തിമത്യോസിനോട് പൗലോസ് ഒരു കാര്യം പറയുകയാണ്: ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവങ്ങളുണ്ടാവും. എന്നാൽ എന്തെല്ലാം ഉപദ്രവം ഞാൻ സഹിച്ചു, പൗലോസ് പറയുക, എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ചു. സ്തോത്രം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഭക്തി നിർഭയമായ ഒരു ജീവിതമാണ്. എന്തുവാ ഭക്തി എന്നൊക്കെ ഞാൻ ഇന്നലെ പ്രസംഗിച്ചായിരുന്നു. ഇന്നിനി അത് പ്രസംഗിക്കാൻ പറ്റത്തില്ല. കാരണം പ്രസംഗം മുമ്പോട്ട് പോയാലേ പറ്റത്തുള്ളൂ. വെള്ളയുടുപ്പ് ധരിച്ചതാണ് ഭക്തിയെന്നും മീശം അടിച്ചതും താടിയെടുത്തതും ഒക്കെയാ ഭക്തി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വേദപുസ്തകം പറയുന്ന ഭക്തി അതൊന്നുമല്ല. വേദപുസ്തകം പറയുന്ന ഭക്തി കഴിഞ്ഞ ദൈവത്തിന് സെക്ഷനകത്ത് അക്കമിട്ട് ഞാൻ നിരത്തിയിട്ടുണ്ട്. അതിനിയും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം എന്തുണ്ടാകും? കാരണം പറയാം, നമ്മൾ തിരിച്ച് പ്രതികരിക്കാത്തവരാ. പ്രതികരിച്ചില്ലെന്ന് കരുതി പ്രതികരിക്കാത്തവരൊന്നും തോറ്റിട്ടില്ല, അവരെല്ലാം ജയിച്ചിട്ടുണ്ട്. കാരണം ഭക്തന്മാരോടുള്ള ദൈവത്തിൻ്റെ വാത്സല്യം ഭയങ്കരമാണ്. ഒരാമയും പറഞ്ഞാട്ട് അതിനകത്ത് 3 കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ നിന്ന് ഇന്നലെ ധ്യാനിച്ചു തുടങ്ങിയത്. അതേ വചനത്തിലേക്ക് തന്നെ വരാൻ പോകുകയാണ്. 3 വാക്യങ്ങൾ നമ്മൾ വായിക്കും. ഒരാൾ ഭക്തനായാൽ ഭക്തനായ മനുഷ്യനുള്ള ദൈവത്തിൻ്റെ കരുതൽ കാണിക്കുന്ന 3 വാക്യം. 34-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ് ഇന്നലെ ഞാൻ ധ്യാനിച്ചത്. അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുണ്ടാകയില്ല. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. സങ്കീർത്തനക്കാരൻ പറയാം, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല. എന്തുവാ? ഒന്നിനും കുറവുണ്ടാകത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. രണ്ടാമത്തേത് ഹല്ലേലൂയ. അത് ഞാൻ ഇന്നലെ പ്രസംഗിച്ചുകൊണ്ട് പറയുന്നില്ല. ഭക്തന്മാർക്ക് ഒന്നിനും എന്തുണ്ടാകത്തില്ല? കുറവുണ്ടാകത്തില്ല. അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് കൈ പറയുന്നത് ഒന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന് പറ. പാസ്റ്റർ ഇപ്പോൾ സഹിക്കുന്ന എന്തുവാ? പേടിക്കേണ്ട, ആ മുട്ട് പെട്ടെന്ന് തീരും. ഹല്ലേലൂയ. ദാവീദ് പറയാ, യഹോവ എൻ്റെ ഇടയനാ, എനിക്കൊന്നിനും എന്ത് ചെയ്യത്തില്ല? മുട്ടുണ്ടാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവവൈദ്യൻ്റെ പ്രാഗൽഭ്യമാണ്. നാട്ടുകാർ നിന്നെ തോപ്പിക്കാൻ നോക്കിയാലും നീ തോക്കുകയല്ല. നിന്റെ എതിരാളി നിന്നെ തോപ്പിക്കാൻ നോക്കിയാൽ നീ തോക്കുകയല്ല. നീ ഒരു ക്രിസ്തു ഭക്തനായി നിലനിന്നാൽ നിനക്ക് വേണ്ടതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 145-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. ഒരു ഭക്തനോട് ദൈവത്തിനുള്ള കരുതല വായിക്കാൻ പോകുന്നത്. 145-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ഭക്തനോടുള്ള ദൈവത്തിൻ്റെ 2-ാമത്തെ വാത്സല്യമാ ഭക്തന്മാരുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ഒരു നല്ല ആമയും പറഞ്ഞാട്ട്. ഇന്ന് അവിടെ നിന്നുകൊണ്ടാണ് ഇച്ചിരി കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഇനി താഴെ പറയുന്ന 2 ഉപദ്രവങ്ങളെക്കുറിച്ച് പ്രസംഗിക്കും. അത് ഇന്ന് വരുമോ ഞായറാഴ്ച വരുമോ എന്നറിയത്തില്ല. ആ ഉപദ്രവങ്ങളിൽ ഒന്ന് മനുഷ്യൻ്റെ ഉപദ്രവമാണ്, വേറൊന്ന് പിശാചിൻ്റെ ഉപദ്രവമാണ്. എന്തുകൊണ്ടാണ്
ഭക്തന്മാരെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ചോദ്യത്തിൻ്റെ ഉത്തരം ആ മെസ്സേജ് വിവരിക്കുമ്പോൾ അവിടെ ഉണ്ട്. സ്തോത്രം. നമുക്കൊരു ഉപദ്രവം നേരിട്ടപ്പം നമ്മളാരും സെക്രട്ടേറിയറ്റിൽ ധരണയ്ക്ക് പോയിരുന്നില്ല, പോലീസ് സ്റ്റേഷനിലോട്ട് മാർച്ച് നടത്തിയില്ല. നടത്തിയോ? എല്ലാം 15 രൂപയുടെ ഒരു പായ തീരും. നമ്മുടെ എല്ലാ കേസും തീരുന്നത് പ്രാർത്ഥനയുടെ പായല. ഒരാമയും പറഞ്ഞാട്ട് കണ്ണുനീരിനൊക്കെ വിലയുണ്ടോ എന്നത് ഒഴുക്കി വിടുതൽ പ്രാപിച്ചവരോട് ചോദിക്കണം. കൺമുമ്പിൽ ലൈവായിട്ട് അത്ഭുതങ്ങൾ വെളിപ്പെടുന്നതിൻ്റെ പിമ്പിലെ രഹസ്യം പ്രാർത്ഥന എന്ന വരമാണ്. അപ്പം നമുക്ക് മനസ്സിലോട്ട് കൊണ്ട് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ അടുത്തിരിക്കുന്ന ആളോടെന്ന് ചോദിച്ചേ, ഒരു ഭക്തിയുള്ള ജീവിതമാണോ ഉള്ളതെന്ന് ചോദിച്ചേ. ഒന്ന് ചോദിച്ചേ ഒരു ഭക്തിയുള്ള, ഈ ഭക്തിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. ഒക്കുമ്പം പ്രാർത്ഥിക്കും, ഒക്കുമ്പം വരും, ഒക്കുമ്പം പോടും. ഈ ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നിപ്പോൾ അനങ്ങാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഈ സ്തോത്രം എന്നൊക്കെ പറയുമ്പോഴും ഭക്തന്മാരങ്ങനെയൊന്നുമല്ല. ഏത് പ്രശ്നവും ദൈവം പരിഹരിച്ചു തരും. അപ്പം ഞാൻ ഈ വചനത്തിലോട്ട് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിന് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ അവന്, ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ നമുക്ക് കിട്ടുന്ന വചനവും ദൈവശബ്ദവും ദൈവദൂതും ഒക്കെ കിട്ടുമ്പം നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഇല്ലാത്ത ചില ആഗ്രഹങ്ങൾ പൊട്ടിമുളയ്ക്കും. എല്ലാ ആഗ്രഹവും ദൈവം സാധിപ്പിക്കത്തില്ല. നിൻ്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ മാത്രമേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ, സാധിപ്പിക്കുക. ഒന്ന് തൊട്ടേച്ച് പറ, നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുമെന്ന് പറ. നീ ഇപ്പോൾ എന്താണെന്നൊന്നുമല്ല ചോദിക്കുന്നത്, നിനക്ക് ആഗ്രഹമുണ്ടോ? അത് സാധിപ്പിക്കാൻ കർത്താവ് തയ്യാറാണ്. നമുക്ക് വചന വെളിപ്പാടിലോട്ട് നമുക്കൊന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോഴേ ഒരിക്കൽ ശലോമോൻ വായിക്കേണ്ട ഭാഗത്തിലോട്ട് ഞാൻ വരാം. 1-2 വാക്യങ്ങൾ വായിച്ചാൽ മതി. ഒരിക്കൽ ശലോമോൻ ദൈവത്തിനോട് യാഗം അർപ്പിച്ചു. ആ യാഗത്തിൽ ദൈവം അങ്ങ് പ്രസാദിച്ചു. രാത്രി ശലോമോൻ അടുക്കൽ ദൈവ സ്വപ്നത്തിൽ വന്ന് ചോദിച്ചാ, ശലോമോനെ, നിന്റെ ആഗ്രഹം എന്താ? നിനക്ക് എന്ത് വരം വേണം? സ്തോത്രം. കണ്ടോ, അവൻ ആഗ്രഹിച്ച വരം ചോദിച്ചു. ആ വരം ദൈവം അവന് കൊടുക്കുകയും ചെയ്തു. അപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. കർത്താവൻ ചോദിക്കുന്ന ചോദ്യം, നിന്റെ ആഗ്രഹം എന്ത്? ഒരിക്കൽ ദൈവത്തിന് എസ്തേർ രാജ്ഞിയോട് രാജാവ് ചോദിച്ചു, എസ്തേർ രാജ്ഞിയെ, നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൻ്റെ പകുതിയോളമായാലും തരാം. ഇന്ന് ആരോടൊക്കെയോ ദൈവം ചോദിക്കുക. നിന്റെ മനസ്സിൽ ചിലരൊക്കെ കുഴിച്ചു മൂടിയ ആഗ്രഹത്തെ ഇന്നെൻ്റെ ദൈവം പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പോവുക. പല ആഗ്രഹങ്ങളും നിൻ്റെ വീട്ടിൽ സാധിക്കാൻ പോകുകയാണ്. പല ആഗ്രഹങ്ങളും നിങ്ങളുടെ വീടിനകത്ത് ദൈവം നിവർത്തിക്കാൻ പോകുകയാണ്. നിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആഗ്രഹം, നിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ആഗ്രഹം എൻ്റെ കർത്താവ് നിൻ്റെ കുടുംബത്തിനകത്ത് നിവർത്തിച്ചു തരാൻ പോവുക. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന് സ്തോത്രം. ബൈബിളിലെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ടത് കൊണ്ട് അടുത്തിരിക്കുന്ന ആളെ തൊട്ട് ചോറ ആഗ്രഹമൊക്കെ സാധിക്കുമെന്ന് പറ. ഹല്ലേലൂയ. ചോദിക്കുന്നത് നിൻ്റെ പൈസയുണ്ടോ, കഴിവുണ്ടോ, ബന്ധമുണ്ടോ എന്ന് വന്നാലും ചോദിക്കുന്നത് ആഗ്രഹമുണ്ടോ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ നല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചത്. ചിരിച്ചോണ്ടൊക്കെ ചോദിച്ചത്. ലൈവിൽ കാണുന്നവരൊക്കെ ഒന്ന് ചോദിച്ചാൽ ആഗ്രഹം ഉണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്ത് എനിക്ക് ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞേ. എന്നോട് ദൈവം പറയുക, ഏതൊക്കെയോ വീടുകൾക്കകത്ത്, ഏതൊക്കെയോ വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ചില ആഗ്രഹങ്ങൾ ഈ ദിവസങ്ങൾ നിവർത്തിക്കാൻ പോവുക. നീ പ്രാർത്ഥിച്ച പോലെ ചില കാര്യങ്ങൾ നടക്കാൻ പോവുക. നീ ഉപവസിച്ച പോലെ ചില കാര്യങ്ങൾ നടക്കാൻ പോവുക. നീ വിശ്വസിച്ച പോലെ ചില കാര്യങ്ങൾ നടക്കാൻ പോവുക. ചിലരുടെ ആഗ്രഹത്തെ ദൈവം ഈ ദിവസങ്ങളിൽ സാധിപ്പിക്കാൻ പോവുക. ഞാനൊരു ദൈവശബ്ദം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം ആത്മാവ് കാണിക്കുക. ചില മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹം എങ്ങും എത്താതെ കിടക്കുക. ഇന്ന് പറയാം, നിൻ്റെ കണ്ണുനീര് കണ്ട്, നിൻ്റെ പ്രാർത്ഥന കണ്ട്, നിൻ്റെ സന്തതിയെക്കുറിച്ചുള്ള നിൻ്റെ ആഗ്രഹം നിൻ്റെ വീട്ടിൽ ഫുൾഫിൽ ചെയ്യാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. നിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള യെസ്, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ഇന്ന് ശ്രദ്ധിക്കുക, ചില വചനങ്ങളൊക്കെ കേൾക്കുമ്പം, ചില ദൂതൊക്കെ കേൾക്കുമ്പം, ചില വാക്തത്വമൊക്കെ കേൾക്കുമ്പം അറിയാതെ നമ്മുടെ അകത്ത് ചില ആഗ്രഹങ്ങൾ തലവെക്കും. ഒരാമയും പറഞ്ഞാട്ട്. ഹല്ലേലൂയ. എൻ്റെ വലിയ ആഗ്രഹമാണ് ഈ കോട്ടയത്ത് 1,00,000 പേരെ സ്നാനപ്പെടുത്തണമെന്ന്. നിങ്ങളാരും മിണ്ടാത്ത എന്നാ?
ഞാൻ നിങ്ങൾക്കൊരു 10 ആഗ്രഹം മനസ്സിലോട്ട് കൊണ്ടുവരാമോ? നിൻ്റെ കുഞ്ഞുങ്ങൾ ആരാകണമെന്നുള്ള ആഗ്രഹം, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് എങ്ങനെ ആകണമെന്നുള്ള ആഗ്രഹം. അത് കൂട്ടത്തിൽ നീ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന തെറ്റല്ല. നീ ഒരു വാഹനം വാങ്ങി, നിൻ്റെ എന്ത് ആഗ്രഹത്തെയും സാധിപ്പിക്കാൻ എൻ്റെ കർത്താവ് തയ്യാറാണ്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുവാണ്, ആഗ്രഹം പറഞ്ഞാൽ പോരാ, നിൻ്റെ പേപ്പറിൽ എഴുതി ബൈബിളിൽ വെക്കണം. ഇന്ന ആഗ്രഹങ്ങൾ നിൻ്റെ കുടുംബത്തിനകത്ത് ഒരു സാധ്യതയുമില്ല, പക്ഷേ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുമെന്ന ഇന്ന് ദൈവത്തിൻ്റെ ദൂത്. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നിൻ്റെ ആഗ്രഹങ്ങൾ ഉടനെ നടക്കാൻ പോവുക. ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം, 30 വർഷം മുമ്പ് ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചോ ആ ആഗ്രഹിച്ചതെല്ലാം ഈ 30ാമത്തെ വർഷം കർത്താവ് എനിക്ക് തന്നു. ഇപ്പോഴും ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതിൽ പലതും ദൈവം ഫുൾഫിൽ ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്ന നിന്നോട് പറയാം, നിന്റെ ആഗ്രഹത്തെ ചിലത് കുഴിച്ചു മൂടി, ചിലത് നിന്റെ ആഗ്രഹത്തെ ബന്ധിച്ചിട്ടു. പക്ഷെ ദൈവം പറയാ, ഇന്ന് ആ ബന്ധനം അഴിച്ച് നിന്റെ ആഗ്രഹം നിന്റെ വീടിനകത്ത്, നിന്റെ സന്തതിയുടെ നടുവിൽ എൻ്റെ ദൈവം നടത്തിത്തരാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്ക് നിന്നോട് അസൂയ വരത്തക്ക നിലയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുക. നിന്റെ സ്ഥിതി മാറത്തക്ക രീതിയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുക. നീ എന്താഗ്രഹിച്ചോ അത് യേശു നിനക്ക് തരാൻ പോവുക. കണ്ടോ കണ്ടോ കണ്ടോ, കൈവിട്ടു പോയ പല അനുഗ്രഹങ്ങളും നിന്റെ വീട്ടിൽ തിരിച്ചു വരാൻ പോവുക. കൈവിട്ടു പോയ പല നന്മകളും നീ ആഗ്രഹിച്ചതുപോലെ. യെസ്, എനിക്ക് വലിയ ബോധ്യം ദൈവം തരിക. റമന, ഇത് നിന്റെ ദിവസമാണ്. ആഗസ്റ്റ് മാസം 30-ാം തീയതി, അടുത്ത മാസം 1-ാം തീയതി, നാളെ കയറുന്നതിന് മുമ്പ് നിന്റെ ആഗ്രഹത്തിന്റെ മേൽ എൻ്റെ ദൈവം കയ്യൊപ്പിടുകയാ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഞാൻ ഒരു ആത്മീയ ദൂതിലോട്ട് വരിക. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കാം. നാം ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പരിചിതമായ വാക്യമാ, വായിച്ചു കേൾക്കാം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ച് വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. മതി. ഇത് ആരെ കുറിച്ചാണ് വായിക്കുന്നത്? സക്കായിയെ കുറിച്ചാണ് വായിക്കുന്നത്. സക്കായിയുടെ അകത്ത് ഈയുടെ ഒരു ആഗ്രഹം കയറിയേക്കുക, യേശുവിനെ ഒന്ന് കാണണം. അതൊരു നല്ല ആഗ്രഹമല്ലേ? ആണോ? ആണോ? വീട്ടിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടോ? ഉണ്ടോ എന്ന് കൈ ഉയർത്തി പിടിച്ചേ. ലൈവിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ടൈപ്പ് ചെയ്താൽ നല്ലതാ. അവർ പ്രാർത്ഥിക്കേണ്ട വചനമാണ്, നിങ്ങളുടെ വീട്ടിലുള്ള ചിലർക്ക് യേശുവിനെ കാണാൻ ആഗ്രഹം കൊടുക്കണം. ഒരിക്കലും യോഗം ഇഷ്ടമല്ലാത്തവൻ, ഒരിക്കലും യേശുവിൻ്റെ അടുക്ക വരാത്തവൻ ആഗ്രഹം വന്നാൽ തന്നെ യേശുവിൻ്റെ അടുക്ക വരും. ഇവിടെ ഒരു പ്രവചനദൂതൂടെ പറയാം. ഒരു കാലത്തിനെ നിന്ദിച്ച പലരും യേശുവിനെ തിരക്കി വരുന്ന ദിവസങ്ങൾ വരിക. രാമീൻ പറഞ്ഞാട്ട് കാണാൻ. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത അറിയാമോ? നീ ഇച്ചിരി ആഗ്രഹിച്ചാൽ നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നവനായ യേശു. ഈ വേദപുസ്തകത്തിൽ ഒരപ്പന് 2 മക്കളുണ്ടെന്ന് പറഞ്ഞ് കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. വായിക്കണ്ട, ഞാനങ്ങ് പറയാം. അതിൽ ഒരു മോൻ അപ്പനോട് പറഞ്ഞു, അപ്പാ വീതമല്ല എനിക്കിതാ. ഇപ്പൊ എല്ലാ വീട്ടിലും എന്താ പ്രശ്നം? വീതപ്രശ്ന. എനിക്ക് തോന്നി കഴിഞ്ഞ ഈ ആഗസ്റ്റ് മാസം തന്നെ ഒരു 10-25 പേര് എൻ്റെ അടുക്കൽ വീതപ്രശ്നവുമായിട്ട് പിള്ളേർ വന്നേക്കുക. ഉണ്ടെന്നില്ല. അപ്പനാന്നേ പറഞ്ഞ് മരിക്കാതെ ഞാൻ വീതം കൊടുക്കുകയില്ല. സ്തോത്രം. പിള്ളേർ വീതത്തിന് വലിയ പ്രശ്നമാണ്. പോട്ടെ, അതൊക്കെ വലിയ കാര്യം, അതൊന്നും ഇപ്പം പറയുന്നില്ല. ഒരു മോൻ വീതം വാങ്ങിച്ച് തൻ്റെ വീതവും കൊണ്ട് ഫ്ലൈറ്റ് കയറി അടുത്ത സ്റ്റേറ്റിൽ പോയി അടിച്ച് പൊളിച്ച് ജീവിച്ചു. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ചു വന്നു. പല പണി നോക്കി, ഒരു പണിയും കിട്ടുന്നില്ല. ചിലർ കണ്ടില്ലേ, ഒരു പണിയും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം ഒരു സ്ഥലത്ത് മൃഗത്തെ നോക്കുന്നൊരു ജോലി കിട്ടി. ശമ്പളമൊന്നുമില്ല. മൃഗത്തിന് കൊടുക്കുന്നത് വേണേ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ഒക്കെ ആയിട്ട് കഴിച്ചോണം.
മൃഗത്തിനൊരു പ്രശ്നമുണ്ട്, കഴിക്കുമ്പം കൈയിട്ടാൽ കളി മാറും. സ്തോത്രം. ചിലപ്പം വീട്ടിൽ നായ്ക്കുട്ടികളെ കളി റോബിമോൻ എന്നൊക്കെ വിളിച്ച് അവൻ ചാടി വന്ന് മടിയിലേക്കൊക്കെ ചെയ്യും. പക്ഷേ അപ്പം കൊടുക്കുന്നതിനിടയിൽ റോബിമോൻ്റെ അടുക്കൽ കോക്കാമ്പീച്ച് കാണിച്ച ആ മോൻ്റെ സ്വഭാവം കാണിക്കും. അത് മൃഗത്തിൻ്റെ സിസ്റ്റം അങ്ങനെ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ ഒറ്റ പിള്ളേർക്ക് പേരിടാനൊക്കത്തില്ല, മുഴുവൻ മൃഗങ്ങൾക്ക് ഇട്ടേക്കുവാ പേര്. നിങ്ങൾ ശ്രദ്ധിച്ചോത്ത് കേൾക്കണം, എന്നോട് പിണങ്ങൊന്നും ചെയ്യരുത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. ഈ നമ്മൾ ആ ഭാഗം അങ്ങോട്ട് പഠിച്ചു വരുമ്പം ഒരു ദിവസം ഇവൻ വിശന്ന് കൈയിട്ടപ്പം മൃഗത്തിന് കലിമുത്ത് ഒറ്റയടി കൊടുത്തു. ബൈബിളിലേക്ക് അന്നേരം അവന് ബോധം വന്നു. ഈ ചിലർക്ക് ചില കൊട്ട് കിട്ടിയാലേ ബോധം വരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നമുക്കും കൊട്ട് കിട്ടിയപ്പോഴാണ് നമ്മൾ യേശുവിനെ തിരക്കി ഇവിടെ വന്നേ. ഇടയ്ക്കൊരു കൊട്ട് കിട്ടിയതാ. അവൻ പറയുക, എൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാർ ആഹാരം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവനായി ഇവിടെ തകർന്നുകൊണ്ടിരിക്കുക. അവൻ പറയും, ഞാൻ അപ്പൻ്റെ വീട്ടിൽ ചെല്ലും, അപ്പനോട് പറയും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനിയും എനിക്കൊന്നിന് യോഗ്യതയില്ലെന്ന് പറയും. ഒരു കൂലിക്കാരനായിട്ട് എനിക്ക് ജോലി തരണമെന്ന് പറയും. അപ്പൻ്റെ പ്രത്യേകത അറിയാമോ നിങ്ങൾക്ക്? നോക്ക്, അപ്പൻ അന്ന് തന്നെ വീടിൻ്റെ വാതിക്കൽ താടിക്ക് കൈ കൊടുത്തിരിക്കുക, എന്നെൻ്റെ മകൻ തിരിച്ചു വരും. ശിക്ഷിക്കാനല്ല, കെട്ടിപ്പിടിച്ച് അവകാശം തിരിച്ചു തരാൻ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ജീസസ് ചിലരുടെ മടങ്ങി വരവ് അപ്പൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ചിലരുടെ ഇറങ്ങിപ്പോക്കിന്റെ തിരിച്ചു വരവ് അപ്പൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കി, അങ്ങനെ ഇരിക്കുമ്പം ഈ വീട്ടിൽ നല്ല പോത്തും നല്ല മട്ടനും ഒക്കെ കഴിച്ച് എൻ്റെ കവിളൊക്കെ ഇങ്ങനെ തൊടുത്തു നിൽക്കുമായിരുന്നു. ഇപ്പം വേണ്ട മറ്റേ മൃഗം കഴിക്കുന്നതെല്ലാം കൂടെ കഴിച്ചിട്ട് അവൻ കുരുടാനടിച്ചവനെ പോലെ ഇങ്ങനെ ഓഞ്ഞുപോയി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ദൂരെ നിന്ന് മനുഷ്യക്കോലം കണ്ടപ്പോഴേ അപ്പന് മനസ്സിലായി, ഇതെൻ്റെ മോനാ. നീ ഏത് കോലത്തിൽ വന്നാലും അപ്പന് നിന്നെ അറിയാം. നാട്ടുകാർക്ക് നിന്നെ മനസ്സിലായിട്ടില്ല, പക്ഷേ അപ്പന് നിന്നെ മനസ്സിലാകും. അതാ അപ്പൻ്റെ ഹൃദയം. ഒരാമയും പറഞ്ഞാട്ട്. അവിടെ സംഭവിച്ച കേൾക്കണോ? അവൻ്റെ തലവട്ടം കണ്ടപ്പോൾ ജീസസ് അപ്പൻ എഴുന്നേറ്റു. അപ്പൻ എഴുന്നേറ്റപ്പം മോൻ ഓടി, അപ്പന് ഓടി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നീ ഒരു സ്റ്റെപ്പ് എടുത്താൽ എൻ്റെ അപ്പൻ നിനക്ക് വേണ്ടി 2 സ്റ്റെപ്പ് എടുക്കും. ആഗ്രഹത്തോട് ഒരു സ്റ്റെപ്പ് നീ എടുത്താൽ, നീ ഒന്ന് ഉപവസിക്കാൻ തീരുമാനിച്ചാൽ, ഒന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ, ഒന്ന് കരയാൻ തീരുമാനിച്ചാൽ, നിന്റെ കാര്യത്തിൽ 5 സ്റ്റെപ്പ് എടുക്കുന്നവനാ ദൈവം. നിങ്ങൾക്കറിയാമോ, ഇവർ തമ്മിൽ വഴിമധ്യത്തിൽ വെച്ച് കെട്ടിപ്പിടിച്ചു. പിടിച്ചുവൻ പറയുമെന്നെല്ലാം പറഞ്ഞത് അപ്പൻ്റെ ചെവി പറഞ്ഞു. അപ്പൻ തോളത്തിട്ട മോൻ്റെ വായ്ക്ക് പൊത്തിവെച്ച് പറഞ്ഞു, ജീസസ് കാളെ അറുക്കടാ, ഉടുപ്പ് കൊണ്ടുവാടാ, മോതിരം കൊണ്ടുവാടാ, ചെരുപ്പ് കൊണ്ടുവാടാ. ഇവൻ കാണാതെ പോയവനായിരുന്നു, തിരിച്ചു കിട്ടിയിരിക്കുന്നു, വീടടക്കം ആനന്ദിക്ക. ഇതാണ് അപ്പൻ്റെ മനസ്സ്. നിനക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അതിന് ഒരു സ്റ്റെപ്പ് എടുത്താൽ, എൻ്റെ അപ്പൻ 2 സ്റ്റെപ്പ് എടുക്കുന്നവനാ. സക്കായിക്ക് യേശുവിനെ കാണാൻ ഒരാഗ്രഹം, പെട്ടെന്ന് പോകണം, എന്നാലേ വഹാമി ദൂതിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ആഗ്രഹം ഉള്ളതുകൊണ്ട് സക്കായിക്ക് ഒരു പ്രശ്നമുണ്ട്. സക്കായിക്ക് ഇച്ചിരി നീളം കുറവാണ്. സക്കായി തീരുമാനിച്ചു, ഹല്ലേലൂയ, ഒരു അത്തിയുടെ മേളിൽ കയറാൻ. ആര് തീരുമാനിച്ചു? ഞാൻ മസ്കറ്റിൽ സലാല എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പം അവിടെ യോബിൻ്റെ കല്ലറയുള്ള സ്ഥലമുണ്ട്. അവിടെ പോയി യോബിൻ്റെ കല്ലറ കണ്ടു. തൊട്ടിപ്പുറത്ത് യോബ് ഇരുന്ന് ചൊറിഞ്ഞ സ്ഥലമുണ്ട്, അത് കണ്ടു. അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നിടത്തൊരു അത്തിയിൽ എഴുതിയിട്ടിട്ടുണ്ട്, സക്കായി കയറിയ കാട്ടത്തി. ബൈബിളും പ്രകാരം അവിടെ ഒന്നും അല്ല വരുന്നത്, പോട്ടെ.
അതൊന്നും ഞാൻ പറഞ്ഞു അമ്മേ, അതിൻ്റെ രീതികളൊന്നും മാറ്റുന്നില്ല. ഞങ്ങൾ നോക്കിയപ്പം ഇയ്യോബിൻ്റെ കല്ലറയ്ക്കലും പൈസ ഇട്ടേച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇയ്യോബ് ചൊറിഞ്ഞടത്തും പൈസ ഇട്ടേച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. സക്കായി കയറിയ കാട്ടത്തിന് ചോട്ടിലും കാച്ചിട്ടേച്ച്. അല്ല, എനിക്കറിയാമോ ഞാൻ ചോദിക്കുക, സക്കായി കയറിയ കാട്ടത്തിന് ചോട്ടിൽ എന്തിനാ പൈസ ഇടുന്നത്? എന്തോ ചെയ്യണമെന്നറിയാത്തവൻ എന്തും ചെയ്യും. ആരെ ആരാധിക്കണമെന്നുള്ള അറിവാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. ഒരാമയും പറഞ്ഞാട്ട്, കൃപയാൽ നിനക്ക് അതുണ്ടായതോർത്ത് സ്തോത്രം ചെയ്യുക. ആരെ ആരാധിക്കണമെന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ്. മുമ്പോട്ട് പോട്ടെ, എന്നെ നോക്കണേ. സക്കായി കാട്ടത്തിയുടെ മേളിൽ കയറി ഇരിക്കുക. ആരെ കാണാനാ? ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണേ, ഞാൻ പണ്ട് പ്രസംഗിക്കുമ്പോൾ ചോദിച്ചിട്ടൊരു ചോദ്യമാണ്, ഏതെങ്കിലും ധനവാന്മാർക്ക് മരം കയറ്റം അറിയാവോ? നിങ്ങളുടെ കോട്ടയത്തെ ഒരു കോടീശ്വരന് തെങ്ങ് കയറാൻ അറിയാവോ? പറ. അറിയത്തില്ല. എൻ്റെ നാട് പത്തനംതിട്ടയാണേ. ഈ അവിടെയാണേൽ തെങ്ങ് കയറുന്ന മിഷൻ ഇറങ്ങിയ കാലത്ത് തെങ്ങ് കയറുന്ന എന്ന് പറഞ്ഞാൽ താഴോട്ട് വെച്ച് അതേ കയറി എന്നാൽ മോട്ടർ ഓണാക്കി എവിടെ പൊക്കോളും? വേണ്ട. ഞങ്ങളുടെ കുറേ തെങ്ങുള്ളൊരു പിശുക്കനായ അച്ചായൻ ഇവിടെ 100 തേങ്ങ കിട്ടുമ്പോൾ ആ തെങ്ങ കയറുന്നവന് 10 രൂപ കൊടുത്താൽ ഇവൻ ഇല്ലായ്മപ്പെട്ട് പോകത്തില്ല. പുള്ളി പിശുക്കനായതുകൊണ്ട് എന്നറിയോ, പുള്ളി പോയി ഒരു മിഷൻ വാങ്ങിച്ചിട്ട് ഈ മിഷനിൽ അങ്ങ് മേളി ആദ്യത്തെ തെങ്ങ കയറിയപ്പോൾ കുഴപ്പം വന്നില്ല, രക്ഷപ്പെട്ടു. പിന്നെ അയലോക്കത്തുകാരുടെ തെങ്ങ കയറാമെന്നുള്ള ചിന്തയൂടെ വന്നു. രണ്ടാമത്തെ തെങ്ങയിൽ കയറി മേളിച്ചെന്നപ്പം മടലെ പിടിച്ചപ്പം ഭാര്യ വാളിന്ന് വെച്ച് മടലെ പിടിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി ആളിങ്ങ് കമന്നു പോന്നു. ഇപ്പം കാലവിടെ ആള് താപ്പോട്ടും കിടക്കുക. നാട്ടുകാരെല്ലാം വെളി വന്ന് നോക്കിയിട്ട് ഒന്നും പറ്റാഞ്ഞു. ഫയർഫോഴ്സുകാർ വന്നു. അവര് ഏണിയെല്ലാം വെച്ച് കെട്ടി പുള്ളിയെ താഴെ ഇറക്കിയപ്പം 1 കൊല്ലം തെങ്ങേ കയറുന്ന മൊത്തം കാശും കൂടെ ഒന്നിച്ച് കൊടുക്കേണ്ടി വന്നു. അപ്പം ധനവാന്മാർക്കൊന്നും മരം കയറ്റം അറിയത്തില്ല. പക്ഷേ ഈശോയെ കാണാൻ ആശ കയറിയാൽ എവിടെയും കയറും. കൺവെൻഷനും കയറും, ക്രൂസൈഡിനും വരും, ഉപവാസ പ്രാർത്ഥനയ്ക്കും വരും. കാര്യം എന്താ? യേശുവിനെ കാണാൻ ഉള്ളിൽ ആശ കയറിയതാ. ഒരാമയും പറഞ്ഞാട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ കുടുംബത്തിൽ ചിലർക്ക് യേശുവിനെ കാണാൻ ആഗ്രഹം ഉണ്ടാകട്ടെ. ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആഗ്രഹിച്ചതിനേക്കാൾ അധികം ആര് ചെയ്യും? സക്കായി വിചാരിച്ചത് യേശുവിനെ ഇച്ചിരി അടുത്തൊന്ന് കാണണം. സക്കായിയും കാട്ടത്തിനോ മണ്ടക്കറി പച്ചയുടുപ്പിട്ട് പച്ചലയ്ക്കകത്ത് ഇങ്ങനെ യേശുവിനെ നോക്കിയിരിക്കുമ്പോൾ ഈശോയോട് ഒന്ന് വെച്ച് വിളിച്ചു, സക്കായിയെ. കണ്ടോ, നിന്റെ ആഗ്രഹം അനുസരിച്ച് നീ എടുക്കുന്ന ഒരു സ്റ്റെപ്പ്, നിന്റെ പേര് മറക്കാതെ ഓർക്കുന്നവനാ ദൈവം. സക്കായിയെ വേഗം ഇറങ്ങി വാ. അടുത്ത വാക്യം നിങ്ങൾ കേട്ടോ, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. എങ്ങനാ? ഈ മരത്തെ കയറുന്നവരോട് ചോദിക്കണം, കയറുന്നതിനെക്കാട്ടി പാടാ ഈ അത്തിയുടെ മേളിരുന്ന് ശബ്ദം കേൾക്കാൻ എളുപ്പമാണ്, ഇറങ്ങി വരാൻ വലിയ പാടാ. അതുകൊണ്ടാണ് ചിലർ ഇന്നും അത്തിയുടെ മണ്ടെന്ന് ഇറങ്ങാതെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. ഇന്നെങ്കിലും കേൾക്കുക, എൻ്റെ പൊന്ന് ബ്രദറെ ഇറങ്ങണം. താഴെ ഇറങ്ങിയ ചിലർ പറയത്തില്ലയോ, ഒരു പരുവത്തിന് ദൈവത്തെ വിളിച്ചാൽ മതി, ഒത്തിരി വിളിച്ച പ്രശ്നമാണ്. ഞാനും പറയുന്നു, ഒത്തിരി വിളിച്ച പ്രശ്നമാണ്. സക്കായി താഴെ ഇറങ്ങി വന്നു. യേശു പറയുക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിലോട്ട് വരിക. കാണാൻ കൊതിച്ചവൻ്റെ വീട്ടിൽ പോയവനാ യേശു. കണ്ടോ, നിന്റെ കൊച്ചാഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരുന്ന ദൈവമാ. എത്ര പേർക്ക് അതിന് ഉറപ്പുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇനി ഒരു ദൂതുള പറയാം. അങ്ങോട്ട് പൊക്കോണ്ടിരുന്നപ്പം സക്കായി പറയാ, കർത്താവേ, ചതിവായി വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. കർത്താവേ, ശാസ്ത്രി റോഡിലോട്ട് വരുന്ന വഴിക്കുള്ള 14 സെന്റ് വിറ്റിട്ട് ഞാന് ആർക്ക് കൊടുക്കാം? ദരിദ്രർക്ക് കൊടുക്കാം.
വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ചിലർ കണ്ടതിന് യോഗത്തിന് വന്നിരുന്ന് നെഞ്ചത്തടിക്കുന്നതും കരയുന്നതും വിളിച്ചു നോക്കുന്നതും ഒക്കെ അങ്ങനൊന്നും വിചാരിച്ചു വന്നല്ല. ഇവിടെ വന്നപ്പോൾ അറിയത്തില്ല എന്തുവാ നടന്നതെന്ന്. ഒരാമയും വരുന്നില്ല. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, എനിക്ക് ഒരിക്കലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. ഒരു ഭാര്യയും ഭർത്താവും കൂടെ തമ്മിൽ പ്രശ്നമുണ്ടായി. സ്തോത്രം. അപ്പോൾ ആ ഭാര്യ സ്തോത്രം ഭർത്താവിനെതിരെ 8 കേസ് കൊടുത്തിട്ടുണ്ട്. എത്ര? പറ. 8 കേസ് കൊടുത്തേച്ച അവിടെ കൂട്ടുകാരി അവളെ വിളിച്ചൊരു ദിവസം യോഗത്തിന് കൊണ്ടത്. യോഗത്തിനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും യോഗത്തിന് ഒന്നും പറഞ്ഞില്ല. ആരാധന നടന്നുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഈ കൊച്ചു കൈ ചുരുട്ടി നെഞ്ചത്തിടിക്കുന്നു. അയ്യോ അയ്യോ, എനിക്ക് എല്ലാത്തിൽ നിന്നും വിടുതൽ വേണമെന്ന് പറഞ്ഞ് വിളിച്ചു പോവാ. സ്തോത്രം. നമുക്കൊന്നും മനസ്സിലായില്ല. അപ്പുറത്തൂടെ സംഘാടകർ എൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു എന്തുവാ? ഞാൻ തെറ്റി എഴുതേ. ഞാൻ ചോദിച്ചു എന്തുവാ തെറ്റ്? ഭർത്താവിനെതിരെ കേസ് കൊടുത്തേ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിട്ടാൽ പോലെ. ഇന്ന് രാവിലെ കൂടെ ആ കേസിന് ബലപ്പെടേണ്ട തെളിവുമായിട്ട് ഞാൻ പോയിച്ചു വന്ന. പക്ഷേ ഇവിടെ ഇരുന്നപ്പം മുതൽ എനിക്ക് കേസ് പിൻവലിക്കണം കേട്ടോ. അതാ ഈ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന പ്രത്യേകത. നിന്നെ റോങ്ങായി കൊണ്ടുപോകുന്ന എല്ലാ മേഖലയിൽ നിന്ന് നിന്നെ കെട്ടുപൊട്ടാൻ തുടങ്ങും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ പാപബോധമുണ്ടാകും. നീ തെറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റു പറയും ദൈവത്തോട്. അതാ ദൈവസന്നിധിയുടെ വില. ഇവൻ പറയാ, കർത്താവേ എൻ്റെ വസ്തുവിൽ പാതി വിട്ട് ആർക്ക് കൊടുക്കാം? ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. എല്ലാം വാങ്ങിച്ചോന്നോ? മൊത്തം അതല്ലയോ, എല്ലാം 4 ഇരട്ടി തിരിച്ചു കൊടുക്കാം. കർത്താവ് പറഞ്ഞോ നീ വല്ലതും വാങ്ങിച്ചെങ്കിൽ തിരിച്ചു. ചിലർ പറയുന്നത് കർത്താവ് വെളിപ്പെടുത്തട്ടെ, ഇതിൽ കൂടുതലൊന്നും വെളിപ്പെടാനില്ല. നിങ്ങൾ നോക്കിയേ, ചുരുക്കി അങ്ങ് പറയാം. അവിടെ നോക്കിയേ, കാണാൻ ആഗ്രഹിച്ച അവൻ്റെ അകത്തളം കൃപ കൊണ്ട് നിറച്ചവനായ എൻ്റെ ദൈവം. അവൻ ആ വീട്ടിൽ ചെന്നിച്ച് പറയാ, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കാണാൻ കൊതിച്ചവന്റെ വീടിനകത്ത് രക്ഷയുടെ വിളംബരം യേശു നടത്തിയെങ്കിൽ, നീ ഒരു ചെറിയ ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിപ്പിക്കാൻ ദൈവം തയ്യാറാ. ഒരു വാക്യം കൂടെ പെട്ടെന്ന് ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ആഗ്രഹങ്ങൾ ഉടനെ നടക്കുമെന്ന് പറ. ഓ ഹല്ലേലൂയ. ആഗ്രഹങ്ങൾ ഉടനെ നടക്കും. ചില വീടിനോട് ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, നിന്റെ വീടിൻ്റെ അന്തരീക്ഷം ഉടനെ മാറും. നീ എന്താഗ്രഹിക്കുന്നു ആ കാര്യത്തിന്മേൽ ദൈവത്തിൻ്റെ നടത്തിപ്പുണ്ടാകാൻ പോവുക. നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറത്തക്കവണ്ണം ദൈവം ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഒരു വാക്യം കൂടെ പെട്ടെന്ന് വായിക്കണം, ഇനി ദൂതിലോട്ട് വരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം എടുക്കാം, 16-ാം അധ്യായം എടുക്കാം, 3-ാമത്തെ വാക്യം വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 16-ാം അധ്യായം 3-ാം വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വാക്യം. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. മതി. യേശുക്രിസ്തു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുക. മദ്ദലക്കാരത്തി മറിയമാരുടെ സംഘത്തിനും ഒരാഗ്രഹം യേശുവിനെ കാണണം. പക്ഷെ അവരുടെ ഉള്ളിലൊരു ചോദ്യം, എൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന കല്ല് ആരുരുട്ടി മാറ്റും? ഗ്ലോറി ടു ഗോഡ്. ഇന്ന് പകൽ ഒരു ദൂതൂടെ ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. നിന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ അത് ചെയ്യാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം ആളെ ഇറക്കുന്നവനാ. വിശ്വാസം ഉണ്ട്? ഒരാമയും പറഞ്ഞാട്ട്. ഈ ദിവസങ്ങളിൽ ചില തടസ്സങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് ഉരുണ്ടു മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് മുമ്പിൽ, ആഗ്രഹത്തിന് മുമ്പിൽ ഉരുട്ടി വെച്ച ചില തടസ്സങ്ങളെ എൻ്റെ ദൈവം ഓ റബന ഹദുനബന. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഒരു ദൂത് പറയാം. 500 പേരോളം ചേർന്ന ഈ കല്ല് ഉരുട്ടി വെച്ചത്. ഉരുട്ടി വെച്ച കല്ല് ഉരുട്ടി മാറ്റാൻ ഇനി 500 പേര് വേണ്ട. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങിയാൽ മതി. ഒരാമയും വരുന്നില്ല. ഞാനൊരു വെളിപ്പാട് കാണുക. ചില ആഗ്രഹങ്ങൾ നിവർത്തിക്കപ്പെടാനുള്ള തടസ്സം എൻ്റെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് ഉരുട്ടി മാറ്റുന്നൊരു കാഴ്ച. നീ ചില വീടുകൾക്കകത്ത് ദൈവ സാന്നിധ്യം, ചില കുടുംബങ്ങൾക്കകത്ത്
ഈ 30-ാം തീയതി ദൈവത്തിന് ചിലത് ചെയ്തേലേ പറ്റൂ. നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലത് ചെയ്തേലേ പറ്റൂ. നീ ആഗ്രഹിച്ചത് നിന്റെ മുമ്പിൽ കാണിച്ചാലേ പറ്റൂ. അതിനെന്ത് തടസ്സമെന്ന് ചോദിച്ചാലും ആ തടസ്സത്തെ നീക്കാൻ ദൈവം റെഡിയാ. ഓ ഹല്ലേലൂയ. എവിടൊക്കെയോ ദൈവകൃപയുടെ വ്യാപാരം ഞാൻ ആത്മാവിൽ കാണുകയാ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുത്തേച്ച് പറ, ചില തടസ്സങ്ങളൊന്ന് മാറുമെന്ന് പറ. ചിരിച്ചോണ്ട് പറ, ചില തടസ്സങ്ങൾ. ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു ദൂത് വെളിപ്പാടി കാണുക, ചില തടസ്സങ്ങൾ ഇന്ന് മാറിയിരിക്കും. നീ എന്താഗ്രഹിച്ചോ അത് നടക്കാൻ പോവുക. നീ കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിൽ അത് നടക്കും. നീ ഒരു യാത്ര പോകാൻ ആഗ്രഹിച്ചെങ്കിൽ അത് നടക്കും. നിനക്കൊരു നന്മ വരണമെന്ന് ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ നീ ആഗ്രഹിച്ച വിഷയത്തിനകത്ത് ആ പ്രതിബന്ധങ്ങൾ മാറുന്ന കാഴ്ച ഇന്ന് പ്രാർത്ഥനയിൽ കാണണം. നീ എന്താഗ്രഹിച്ചോ അത് യേശു നിനക്ക് തരാൻ പോകുകയാ. നീ എന്ത് പ്രാർത്ഥിച്ചോ അത് നിനക്ക് യേശു തരാൻ പോവുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ ആ വചനം പഠിക്കുമ്പം അവർ യേശുവിനെ കാണാൻ കല്ലറക്കൽ ചെന്നപ്പം ഉരുണ്ട് നീങ്ങിയ കല്ലും തുറന്നു കിടക്കുന്ന കല്ലറയും അവർ കണ്ടു. ഇനി ഒരു ദൂതൂടെ ഞാൻ പറയാം. നിന്റെ ആഗ്രഹങ്ങളുടെ തടസ്സങ്ങളെല്ലാം ഇന്നത്തെ പ്രാർത്ഥനയെ മാറണം. ചില ദിവസത്തിനകത്ത് നിന്റെ വീടിനകത്ത് ചില തുറന്ന കവാടങ്ങൾ വെളിപ്പെട്ടു വരും. ഓ നിന്റെ കുടുംബത്തിനകത്ത് ദൈവദാസൻ പറഞ്ഞ ദൂതിലോട്ട് ഞാൻ വരുക. നിന്റെ കൂടെ ഓ യേശുവിന്റെ നാമത്തില് ഈ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പം പൗലോസ് ഒരു കാര്യം 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 18-ാമത്തെ വാക്യത്തിലുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു. ഞാൻ 2-3 പ്രാവശ്യം ആഗ്രഹിച്ചു നിങ്ങളുടെ അടുക്കൽ വരാൻ. എന്നാൽ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. സ്തോത്രം. എനിക്ക് ചില ബോധ്യങ്ങൾ ഇന്ന് തരിക. ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഏതൊക്കെയോ അദൃശ്യ ശക്തികൾ തടയുന്നുണ്ട്. എന്നാൽ ഇന്ന് ദൈവം പറയുക, ആ തടസ്സം ഇന്ന് മാറിയേ പറ്റൂ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുഞ്ഞിന്റെ ശുഭഭാവി കാണാൻ ഒരു തടസ്സമുണ്ട്. ആ തടസ്സത്തിന്റെ പിമ്പിൽ വ്യാപരിക്കുന്നത് പിശാചാ. എന്നോട് ദൈവം പറയും, ആ തടസ്സം ഇന്ന് പൊട്ടും. അല്പസമയം സ്തുതിക്കാമെങ്കിൽ സ്തുതിച്ചോ. റംബ ഹസ്സാരബ. ഈ ദൂത് തീരുന്നതിന് മുമ്പ് ചില തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുന്ന കാഴ്ച പ്രാർത്ഥനയിൽ കാണണം. നീ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനകത്തുനിന്ന് ആ തടസ്സം ഒഴിഞ്ഞു പോകണം. നിന്റെ സന്തതിയുടെ ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ, കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. സ്തോത്രം, സ്തോത്രം. ഞാൻ ഒന്നുകൂടെ വെളിപ്പെടുത്തി തരാം. ആഗ്രഹത്തിനൊത്ത് നീ ചില സ്റ്റെപ്പ് എടുത്തു. അത് യാത്രയാകാം, വീട് പണിയാകാം, കുഞ്ഞിൻ്റെ വിവാഹമാകാം. പക്ഷേ അത് മുന്നോട്ട് പോകാത്തൊരു തടസ്സം ഇന്ന് ആത്മാവ് കാണുക. എന്നാൽ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നടുവിൽ കല്ലുരുണ്ടു മാറിയ പോലെ നിന്റെ തടസ്സങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് ഉരുണ്ടും ഒരു വിടുതലെടുത്ത ഇന്ന് പ്രാർത്ഥന നിർത്താവൂ. യോഗം എത്ര വരെ നീണ്ടുപോയാലും ഇന്നൊരു വിടുതൽ പ്രഖ്യാപിച്ചിട്ട് ഈ യോഗം നിർത്താവൂ. എനിക്ക് കിട്ടുന്നൊരു വെളിപ്പാടൂടെ പറയാം. ഇന്ന് ഈ തടസ്സം മാറിയാൽ ഒരു ഷോർട്ട് ടൈമിനകത്ത്
ചിലതിൻ്റെ വിടുതൽ നീ നിന്റെ കണ്ണുകൊണ്ട് കാണും. ഗ്ലോറി ടു ഗോഡ്. തടയുന്ന കരങ്ങൾ, അതിൻ്റെ പിമ്പിലൊരു പൈശാചികത്വം ഉണ്ടെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ വെട്ടേറ്റ് മുറിയുന്നത് പോലെ, ഒന്നുകൂടെ പറയാം, വെട്ടേറ്റ്. മനസ്സുകൊണ്ട് എത്രത്തോളം ഈ വചനത്തോട് നിങ്ങൾ ചേർന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല. നീ വീട് വിട്ടിറങ്ങുമ്പോൾ കണ്ട തടസ്സം, നിന്റെ വാക്തത്വത്തിനും ആഗ്രഹത്തിനും എതിരെ നിൽക്കുന്ന തടസ്സം. ഗ്ലോറി ടു ഗോഡ്. ഏലിയാവിൻ്റെ കൂടെ ഏലിശ നടക്കുക. ഏലിയാവ് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്ത്? ഗ്ലോറി ടു ഗോഡ്. ഉത്തരം, നിന്റെ മേൽ പകർന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഏലിയാവ് പറയാ, നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളത്. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനും ഇന്ന് വെളിപ്പാട് പറയുക, നീ ഇപ്പോൾ ആഗ്രഹിച്ച കാര്യം ഇച്ചിരി പ്രയാസമുള്ളതാ, എന്നാലും നേടിയെടുക്കണം. ഒരാമയും വരുന്നില്ല. നീ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നേടിയെടുക്കാൻ ഇച്ചിരി പ്രയാസമുള്ളതാ. പക്ഷെ ഇന്നത്തെ പ്രേയർ നിർത്തരുത്. അത് നേടിയെടുക്കുമ്പോളം നിന്റെ പ്രാർത്ഥന വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. ഒരു പദം ഞാൻ ആത്മാവിൽ കേൾക്കുന്ന പറയാം. ഗ്ലോറി. ആത്മാവിൽ കേൾക്കുന്നൊരു ശബ്ദം പറയാം. ഈ ദിവസങ്ങളിൽ ചിലത് നീ നേടിയെടുക്കും. ഒരാമയും പറയോ? അടുത്തിരിക്കുന്ന തൊട്ടേച്ച് പറ, നീ പ്രാർത്ഥിക്കുന്ന ചിലത് നീ നേടിയെടുക്കാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ. നിന്റെ തകർച്ച കാണാൻ സംഘം ചേർന്ന് ചിലർ മാറി നിൽപ്പുണ്ട്. പക്ഷെ അവർ നോക്കി നിൽക്കേ. നീ ആഗ്രഹിച്ച അഭിഷേകം, നീ ആഗ്രഹിച്ച പുതപ്പ്, Holy Spirit, Holy Spirit. Glory, glory. എലിശായുടെ ചരിത്രത്തെ ഒന്ന് തൊടുക. നിങ്ങൾ വായിക്കും നമ്മുടെ, ഞാനങ്ങ് പറയാം. ഒരിക്കൽ ഈ പുതപ്പ് തൻ്റെ മേൽ വീണതാണ് തൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ്. പക്ഷേ അവൻ പിന്നെയും കൊതിക്കുക, ഒരിക്കൽ കൂടെ ആ പുതപ്പ് എൻ്റെ മേൽ വീഴണം. ഒരാമയും വരുന്നില്ല. പക്ഷെ ചോദിച്ചപ്പോൾ പറയുക, ചോദിച്ച കാര്യം പ്രയാസമുള്ളത്. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അവൻ്റെ മനോഹരത്വം കാണണം, എനിക്ക് അവൻ്റെ മന്ദിരത്തിൽ. ചോദിച്ചത് പ്രയാസമുള്ളതാ, പക്ഷെ പ്രാപിച്ച എഴുന്നേക്കാവൂ. നീ ചോദിച്ചത് സിമ്പിളായ കാര്യമല്ല. അല്ല അല്ല. Glory to God. എനിക്ക് ദൈവം ഒരു ബോധ്യം തരുന്നു. നിന്റെ വീട് ദേശത്ത് പ്രകാശിക്കാൻ പോവാ. നീ ദേശത്ത് പ്രകാശിക്കാൻ പോവാ. കാരണം നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാ, പക്ഷേ പ്രാർത്ഥിച്ചത് പ്രാപിക്കണം. എത്ര പേര് റെഡിയാ? എത്ര പേര് റെഡിയാ? നിനക്കൊരു സാധാരണക്കാരനാകണ്ട, നിനക്കൊരു അസാധാരണ മനുഷ്യരാകണം. യേശുവിന്റെ നാമത്തിൽ നീ ഒരു ഭക്തനാണ്, നീ ഒരു ഭക്തയാണ്. നിനക്ക് വരുന്ന നന്മ ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, നമുക്ക് ഇച്ചിരി ഗഹനമായിട്ട് പോകാം. സ്തോത്രം. ഒരു ദിവസം രാവിലെ വരുമ്പോൾ പുതപ്പ് തല വീഴുകയില്ല. പ്രവാചകൻ പറയുക, നീ ചോദിച്ച കാര്യം പ്രയാസമാണ്, കിട്ടാൻ ഭയങ്കര പാടാ, പക്ഷേ കിട്ടും. ഗ്ലോറി. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ചോരെ, ചോദിച്ച കാര്യം ഇച്ചിരി പ്രയാസമാണെന്ന് പറ. സിമ്പിളായിട്ട് നേടാമെന്ന് ചിന്തിക്കരുത്. പക്ഷേ നേടത്തില്ലെന്നല്ല. ആണോ? ഇന്നൊരു വാക്കിന് ആമയും പറയണം. നമ്മൾ ചിലത് നേടിയെടുക്കും.
എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നീ ആഗ്രഹിച്ചത് നേടിയെടുക്കും. നിന്റെ ലൈഫിൽ നേടിയെടുക്കും. നിന്റെ വീട്ടിൽ നേടിയെടുക്കും. നിന്റെ വീടിനകത്ത് യെസ്. ഓ, ദൈവം നിന്നെ സപ്പോർട്ട് ചെയ്യുക. ദൈവം നിനക്ക് തുണമിക്കുക. എഴുതിയിട്ടോ, ചിലർ നിന്റെ ആഗ്രഹത്തെ കുഴിച്ചിട്ടിട്ട് അതിന്റെ മണ്ടയ്ക്ക് റീത്തും വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ദൈവം പറയുക, അവന്റെ റീത്ത് മാറ്റും, അവൻ കുഴിച്ചിട്ടത് മാറ്റും. ദൈവം നന്ദി കർത്താവേ. എനിക്കറിയാം. സ്തോത്രം. നിങ്ങൾ ആ പദത്തെ തന്നെ ഇന്ന് വരണം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ വചനം മാത്രമല്ല, ദൈവശബ്ദം കൂടെ അതിനകത്ത് വെളിപ്പെട്ട് വരിക. നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാ. സ്തോത്രം. ഞാനൊരു കാര്യം നിങ്ങൾ പറയാം. ബുദ്ധി ചിന്തിച്ചാൽ നമ്മൾ ചോദിച്ച കാര്യം നടക്കാൻ ഒരു സാധ്യതയില്ല. പക്ഷേ ദൈവം പറയുക, നീ ചോദിച്ചത് പ്രയാസമുള്ളതാ, പക്ഷെ നേടിയിരിക്കും. അതിനെന്തു തടസ്സമുണ്ടെങ്കിലും ആ തടസ്സം തന്നെ മാറും. നിനക്ക് വിശ്വാസമുണ്ട്? നിന്റെ വിഷയത്തിൽ ചിലർ ഒന്നിച്ച് ചേർന്ന് നിനക്ക് മുമ്പിൽ ഉരുട്ടി വെച്ച കല്ല് ഇന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനിറങ്ങി അണിവിരലുകൾ കേട്ടോ. ചില വീടുകളിൽ തടസ്സങ്ങൾ മാറുന്നു. ശാപം പോലെ ചില വീടിനെ തകർത്ത, ഒരിക്കലും ഗതി പിടിക്കാത്ത ലെവലിൽ നിന്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞ ആ ശാപതുല്യമായ തടസ്സം ഇന്ന് നിന്റെ വീട്ടിൽ നിന്ന് ലൈവിൽ കാണുന്നവരോടൊക്കെ ദൈവം സംസാരിക്കുക. നീ പ്രാർത്ഥിക്കുന്ന കാര്യം പ്രയാസമുള്ളതാ, ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാ, പക്ഷെ ദൈവം നടത്തി തരും. ദൈവം നടത്തി തരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് നെഞ്ചത്ത് കൈവച്ച് വരാം. ദൈവം നടത്തി തരും. ഇന്ന് ചിലരോടുള്ള ദൂത സാത്താൻ തടയാൻ നിൽപ്പുണ്ട്, പക്ഷേ കാര്യമാക്കണ്ട. പൗലോസ് പറയാം, നിങ്ങളുടെ അടുക്കൽ വരാൻ 2-3 വട്ടം ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ സാത്താൻ അതിനെ തടഞ്ഞു. പക്ഷേ ഞാൻ വിട്ടിട്ടില്ല, നേടിയെടുക്കും. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്നെ തടയാൻ പല സാത്താന്മാരും ഉണ്ട്. പക്ഷെ നീ പേടിക്കരുത്. അവരുടെ മുമ്പിൽ നീ ലജ്ജിക്കരുത്, തല കുനിക്കരുത്, നിരാശപ്പെടരുത്. നീ പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം, ഞാൻ നേടിയെടുക്കും. ഓ, ഞാൻ ആ ശബ്ദം ദൈവത്തിൽ നിന്ന് കേട്ടോണ്ടിരിക്കുന്നു. എന്നോട് ദൈവം പറയുക, എഴുതിയിട്ടോ, നീ ചിലത് നേടിയെടുക്കും. നിന്റെ വീട് ദേശത്ത് പ്രകാശിക്കും. ഓ, യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞിന്റെ ഭാവി നേടിയെടുക്കും. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയവും വരത്തില്ല, പക്ഷെ 2-3 വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരും. ആ വിഷയത്തിൻ്റെ അടിയിലോട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ എഴുതിയിടണം, ആ കാര്യം ഞാൻ നേടിയെടുക്കും. അടുത്ത മാസം തീരുന്നതിന് മുമ്പ് ആ കാര്യത്തിൻ്റെ തടസ്സം അഴിഞ്ഞ് നീ അത് നേടിയെടുത്തോണ്ട് ഇതേ സ്ഥലത്ത് വന്ന്, ഇതേ പ്രാർത്ഥനയിൽ വന്ന്, ഇതേ ലൈവിൽ വന്ന്, ഇതേ ആരാധനയിൽ നിന്നോണ്ട് നീ പറയും, യേശു അത് നേടിത്തന്നു. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, ചിലരെയൊക്കെ ശത്രു ബന്ധിച്ചിട്ടേക്കുവാ, ചിലരെയൊക്കെ ശത്രു തടസ്സപ്പെടുത്തിയിട്ടേക്കുവാ, കുഞ്ഞുങ്ങളുടെ വിവാഹം തടസ്സപ്പെടുത്തിയിട്ടേക്കുവാ. എന്നോട് ദൈവം പറയും, ഇന്ന് ആ തടസ്സം ഉരുണ്ടു മാറുന്ന കാഴ്ച കാണണം. മാറണം, മാറണം. ശത്രു പാളയത്തിലേക്ക് പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിൽ നിന്ന് ഈ യവയപ്പങ്ങൾ ഉരുളണം. ഓ, എത്ര പേര് ആമീൻ പറയും? കൂടാരങ്ങളെ മറിക്കുന്ന യവയപ്പങ്ങൾ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആ പദം എൻ്റെ മനസ്സിൽ നിൽക്കുക. നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളത്. ജീസസ്, നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളത്. നീ പ്രയാസമുള്ള കാര്യമാവുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളുമ്പോൾ നീ എന്നെ കാണുമെങ്കിൽ. നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാ. ഇത് നേടാൻ ഇച്ചിരി പ്രയാസം നീയും സഹിക്കണം. എന്നെ എടുക്കുന്നത് ഉറക്കളച്ചിരുന്ന് നിന്റെ കണ്ണ് കാണണം. നിനക്ക് അങ്ങനെ ഉണ്ടാകും. അബി, നിനക്ക് നീ ചോദിച്ച കാര്യം. പക്ഷെ ഒന്നുകൂടെ എനിക്ക് ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. അതിന് അവൻ റെഫറൻസ് ഒന്ന് പറയാവോ? 2 രാജാക്കന്മാർ 2 രാജാക്കന്മാർ 2-ാം അധ്യായം 2-ാം അധ്യായം 10-ാം വാക്യം. 10-ാം വാക്യം കേട്ടോ.
അതിന് അവൻ, ആ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. നീ ചോദിച്ച കാര്യം എന്തുവാ? പ്രയാസമുള്ള. നമുക്ക് തന്നെ അറിയാം അത് നടക്കാൻ സാധ്യത കുറവാണ്. ഒരു സാഹചര്യവും അതിനില്ല. അവൾ എഴുതിയിരിക്കാം, നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാ. ആ, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ. നമ്മൾ തമ്മിലൊരു വ്യവസ്ഥ. ഞാൻ നിന്റെ അടുക്കൽ എടുത്തുകൊള്ളപ്പെടുന്നത് നീ എന്നെ കാണുന്നു എങ്കിൽ, നീ കാണുന്നെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും. നീ എന്ത് ചോദിച്ചോ അത് നിനക്കുണ്ടാവും. ഒരാമയും വരുന്നില്ല. അതിനർത്ഥം ചോദിച്ചത് പ്രയാസമുള്ളതാ, അത് നേടാൻ നീയും ചില പ്രയാസം സഹിക്കണം. ഒരാമയും വരുന്നില്ല. ഇന്നലകളിൽ പ്രാർത്ഥിച്ച പോലെയല്ല, കുറച്ച് ഉറക്കളച്ച് പ്രാർത്ഥിക്കണം. രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ നീ ഉണർന്നിരിക്കണം. കാര്യം നീ ചോദിച്ചത് പ്രയാസമുള്ള കാര്യമാണ്. ഒരാമയും പറഞ്ഞാട്ട് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, അത് നിന്റെ മേൽ വീണ് കഴിഞ്ഞാൽ നീ വ്യത്യസ്തനായി മാറും. നിന്റെ ശുശ്രൂഷ വ്യത്യസ്തമാകും, നിന്റെ പ്രാർത്ഥന വ്യത്യസ്തമാകും, നിന്റെ അഭിഷേകം വ്യത്യസ്തമാകും, നിന്റെ കൃപാവരം. എത്ര പേർക്ക് ആഗ്രഹമുണ്ടെന്ന് വ്യത്യസ്തനാകണമെന്ന്? എല്ലാവരെയും പോലല്ല ഞാൻ, ലാലുവിനെ പോലല്ല ഞാൻ, എന്നെ പോലല്ല ലാലു. ആണോ? അല്ല. എന്നെ പോലല്ല കനസിനെ പോലല്ല ഞാൻ വ്യത്യസ്തനാ. എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചോണം. നിന്റെ വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷെ നീ വ്യത്യസ്തനാ. എന്തുകൊണ്ട് വ്യത്യസ്തനാ? ഞാൻ പ്രാർത്ഥിക്കുന്നവനാ, അതുകൊണ്ട് വ്യത്യസ്തനാ. ഒരാമയും പറഞ്ഞാട്ട്, എൻ്റെ അകത്തുണ്ടാകുന്ന ആഗ്രഹം നാട്ടുകാർക്ക് പിടികിട്ടത്തില്ല, പക്ഷെ എൻ്റെ അകത്തുണ്ടാകുന്ന ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുന്നൊരു ദൈവമുണ്ട്. 20-ാം സങ്കീർത്തനം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. എത്ര പേര് ആമയും പറയുന്നത് എനിക്കറിയത്തില്ല. അമ്മ അടുത്തിരിക്കുന്ന ആളെ നിന്ന് നോക്കിയ ചോരാം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ എന്ന് പറ. എന്നെ നോക്കുമോനെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം യഹോവ നിനക്ക് നൽകട്ടെ. എന്നോടൊന്ന് പറ. ഹൃദയത്തിലെ ആഗ്രഹം കനസേ ദൈവം നിനക്ക് തരട്ടെ. ലൈവിൽ കാണുന്ന നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ജീസസ്. നിങ്ങൾ സത്യം, എൻ്റെ ആഗ്രഹം കനസിനോട് പറഞ്ഞ പ്രോബ്ലമാ, എൻ്റെ ആഗ്രഹം ലാലുവിനോട് പറഞ്ഞ പ്രോബ്ലമാ, എൻ്റെ ആഗ്രഹം ദൈവത്തോട് പറഞ്ഞ ഒരു പ്രോബ്ലവും ഇല്ല. ധൈര്യമായി പറയണം. ഇന്നിവിടെ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നിന്റെ വീടിനെ കുറിച്ച് നാട്ടുകാർ വരച്ച ചിത്രം ഇന്ന് കീറിക്കളയാൻ പോവാ. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? നിന്റെ വീടിന്റെ മുഖച്ഛായ മാറുന്നു. ഞാൻ ആത്മാവിനോട് ഇനി ഞാൻ ഒരു ദൂതൂടെ പറയാം. ഒരു വല്യപ്പച്ചൻ ഒരു ജന്മം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുക. നാട്ടുകാർ തമ്മി അടക്കം പറയുക, ഈ വല്യപ്പച്ചൻ ഇങ്ങനെ കരഞ്ഞു തീരത്തേ ഉള്ളൂ. ദൈവത്തെ വിളിക്കാൻ പോയെന്നാ പറയുന്നത്. ഇപ്പം വേണ്ട ഓരോ പിള്ളേർ ഇല്ല. ഒരുത്തനെ കാണാതായി, ഒരുത്തൻ കയറിപ്പോയി, ഒരുത്തൻ നാട് വിട്ടുപോയി, കാണാനില്ല ഒരുത്തനെ. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഇവരറിഞ്ഞില്ല, നാട്ടുകാർ വരച്ച ചിത്രം കീറാൻ ദൈവം തീരുമാനിച്ചു. ഒരാമീൻ വരുന്നില്ല. ആ അപ്പച്ചൻ്റെ വീട്ടിലോട്ട് രാജാവിൻ്റെ തേരുകൾ വരാൻ തുടങ്ങി. നാട്ടുകാർ ഓടിക്കൂടി. എന്താണ്? അവൻ പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്ന രാജ്യം, നിങ്ങൾ നന്മയുള്ള രാജ്യത്തിൻ്റെ രണ്ടാമൻ ആരാന്നറിയാമോ? ഈ അപ്പച്ചൻ്റെ മകനാണ്. ഞാനൊരു ദൂത് പറയാം. നിനക്കെതിരെ ചിലർ വരച്ച ചിത്രം, ചില എതിരാളികൾ വരച്ച ചിത്രം ഇന്നെൻ്റെ ദൈവം നുള്ളി കീറിയിട്ട് ആത്മാവ് പറയുന്നത് കേട്ടേ, പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ടേ. നിന്റെ ആഗ്രഹം ഉടനെ നടക്കും. എനിക്കിവിടെ പ്രസംഗിച്ച് തീർക്കാൻ വയ്യാത്ത പോലെ ദൈവശക്തി ഇവിടെ വ്യാപരിക്കുക. ഈ ഹോളിനകത്ത് മുഴുവൻ ഒരു വലിയ മേഘം ഇറങ്ങി നിൽക്കുകയാ. എന്നോട് ദൈവം ഒരു കാര്യം പറയും, ഇന്ന് ഭയങ്കര സൗഖ്യങ്ങൾ നടക്കും, ഇന്ന് ഭയങ്കര വിടുതൽ നടക്കും. തടയുന്നവൻ ഇനി സ്ഥാനമില്ല, തടസ്സം വെച്ചവൻ ഇനി സ്ഥാനമില്ല. ഉരുണ്ടു മാറേണ്ടത് ഉരുണ്ടു മാറും. ശാസിച്ചു കൃപ 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 റംബഹസ്. മഴ പലരെ തടഞ്ഞു, പക്ഷെ നിന്നെ മഴ തടഞ്ഞില്ല. യേശുവിന്റെ നാമത്തില് നീ ആഗ്രഹിച്ചത് ചോദിച്ചത് പ്രയാസമുള്ളവാ, പക്ഷെ നേടിയേ പോകാവൂ. ആണോ? ആരൊക്കെയോ പ്രാപിക്കുന്നു. ഇന്ന് ചിലരുടെ മേൽ പുതപ്പ് വീഴും. അഭിഷേകത്തിന്റെ പുതപ്പ്, നിന്റെ സ്ഥിതി മാറ്റുന്ന പുതപ്പ്, നീ വാഗ്ദത്തം ഭാവിച്ച പുതപ്പ്, നീ ആഗ്രഹിച്ച പുതപ്പ്, നീ
ഹല്ലേലൂയ. നിങ്ങൾ അല്പം കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാ. പക്ഷേ ഉറക്കളച്ചിരുന്ന് ഞാൻ എടുക്കപ്പെടും ഉടനെ. ജീസസ്, നിങ്ങൾക്കറിയോ, അന്ന് തൊട്ട് എലീശ ഭയങ്കര അവൻ്റെ നോട്ടം ഏലിയാവിൽ തന്നെയാ. പഴയ നിയമത്തിലെ ഏലിയാവ് ക്രിസ്തുവിൻ്റെ നിഴലാ. കണ്ണ് പറിക്കാതെ നോക്കിക്കോണം. സകല അനുഗ്രഹത്തിന് ഉറവിടം ക്രിസ്തുവാ. ഒരാമയും വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യോർദാൻ്റെ അവിടെ വന്നപ്പം 50 പ്രവാചകന്മാർ വന്ന് എലീശയോട് ചോദിച്ചു, നീ അറിഞ്ഞോ ഏലിയാവ് തലക്കൽ നിന്ന് എടുക്കപ്പെടാൻ സമയമായി. ഉടനെ അവൻ പറയാം, മിണ്ടാതിരി, ഇത് കണ്ടോണ്ടാ ഞാൻ പുറകെ നടക്കുന്നത്. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ജീസസ്, അല്പം കൂടെ ഏകാഗ്രമായിക്കോ, അല്പം കൂടെ പ്രാർത്ഥനാ വീരനായിക്കോ, അല്പം കൂടെ അഭിഷേകം ചുമക്കുന്നവരായിക്കോ, അല്പം കൂടെ വിശുദ്ധരായിക്കോ, അല്പം കൂടെ ആരാധിക്കുന്നവനായിക്കോ, അല്പം കൂടെ ഹല്ലേലൂയ പറയുന്നവനായിക്കോ. നീ ചോദിച്ചത് പ്രയാസമുള്ളതാ, പക്ഷെ നേടും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുക. ചിലതൊക്കെ നേടിയെടുക്കാൻ സമയമായി. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ആ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കൊണ്ടുവരിക. ഏലിയാവും ഏലീശയും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പം അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി. ആ ഭാഗം ഒന്ന് വായിക്കണം. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആര്? ഏലിയാവും ഏലീശയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. ഞാനിവിടെ ഒരു ദൂതൂടെ പറയാം. ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ചില വിഷയത്തിൽ ചിന്തിക്കാത്ത സമയത്ത് ചില അസാധാരണ സംഭവങ്ങൾ കയറി വരും. ഗ്ലോറി, ഗ്ലോറി. മോശേ, എന്നും ആടിനെത്തിയിട്ടുമല്ല, നിന്റെ യാത്രയ്ക്കകത്ത് ഒരു തീ അസാധാരണമായി കയറാൻ പോവാ. പത്രോസേ, എന്നും വിളി കേട്ട് നടക്കുവല്ല, 120 പേര് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉടനെ തുടങ്ങും. ആ പ്രാർത്ഥനയ്ക്കകത്തോളം അസാധാരണ തീ ഉടനെ ഇറങ്ങും. എനിക്കെന്തോ വലിയ ബോധ്യം ദൈവം തരിക. Something happened. എന്തോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, എന്തോ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ആ പദം അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ, ജീസസ്, അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും. ചോദ്യം, ഏലിയാവും ഏലീശയും തമ്മിൽ ഇന്നാണോ സംസാരിക്കാൻ തുടങ്ങിയേ? പറ. അല്ല, കുറെ നാളായിട്ട് സംസാരിക്കുക. പക്ഷെ അന്നൊരു വ്യത്യസ്തത. എനിക്ക് ദൈവം തരുന്നൊരു ബോധ്യം പറയാം. ഈ ദിവസങ്ങളിൽ തന്നെ നീ ചോദിച്ച പ്രയാസമുള്ള കാര്യത്തിൽ ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പോവാ. Glory to God. ചിലതൊക്കെ നിനക്ക് വേണ്ടി മോളിൽ നിന്ന് പൊഴിയാൻ പോവാ. നീ കാത്തിരുന്നു. ഒരു അസാധാരണ സംഭവം നിന്റെ കുടുംബത്തിൽ നടക്കുക, ഒരു അസാധാരണ അത്ഭുതം. ഈ ഞാനൊക്കെ എന്നും പ്രസംഗിക്കാൻ കയറുമ്പം, പ്രാർത്ഥിക്കാൻ കയറുമ്പം കൊതിക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, പൗലോസിനെ എടുത്തോണ്ട് 3-ാം സ്വർഗം വരെ പോയല്ലോ, എന്നെ കൂടെ ഇടയ്ക്കൊന്ന് കൊണ്ടുപോണേ. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഇപ്പൊ ചെല്ല് പറയും, കുറച്ചും മണി മോഹമല്ല, ഞാൻ മോഹിക്കുന്നതിന് നിങ്ങൾക്ക് എന്നാ പ്രശ്നം? നിങ്ങൾ മിണ്ടുന്നില്ല. എന്നെ ഒന്ന് നോക്കിക്കേ. കർത്താവേ, ഇന്നേത് യോഹന്നാന് വെളിപ്പാട് കൊടുത്ത പോലെ എന്നെ ഒന്ന് ആത്മാവിൽ ഒന്ന് ലയിപ്പിച്ച് അതേപോലെ ഒരു വെളിപ്പാടിലേക്ക് ഒന്ന് കൊണ്ടുപോണേ. സാധാരണ കവിഞ്ഞത് എന്തേലും പ്രതീക്ഷിക്കുന്നോ അതോ വന്ന് പ്രാർത്ഥിച്ച യോഗം തുടങ്ങി തിരിച്ച് പാട്ടുപാടി വെച്ച് തിരിച്ച് വീട്ടിൽ പോകുന്നല്ല, അസാധാരണമായത് എന്തോ പ്രതീക്ഷിക്കുന്നോ? വീണ്ടും പറയും, നീ ചോദിച്ച കാര്യം, നീ എഴുതി വെച്ച വിഷയം, നീ പ്രാർത്ഥിച്ച വിഷയം, കുഞ്ഞിന്റെ കാര്യം എഴുതിയത് പ്രയാസമുള്ളതാ. പക്ഷേ ഒരു അസാധാരണ വീര്യപ്രവൃത്തി നിന്റെ വീടിനകത്ത് ഉടനെ നടക്കും. ഓ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുക, ഞാനൊരു വളരെ പ്രയാസമുള്ളൊരു കാര്യം ദൈവത്തോട് ചോദിച്ചു. പൊതുവെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പറയുന്നില്ല. പ്രയാസമുള്ളൊരു കാര്യം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു 19 ദിവസം ഞാൻ ചോദിച്ചു. ദൈവം ഒരു മൈൻഡും ഇല്ല, ഞാൻ വിട്ടില്ല, ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം മുതൽ എഴുന്നേറ്റ ഉടനെ ഒരു ചെറിയൊരു പ്രയർ കഴിഞ്ഞ ഉടനെ ഒരു ബ്ലാക്ക് കോഫി കുടിക്കുന്നത് എൻ്റെ ഒരു ശീല. അത് ഞാൻ ഏത് രാജ്യത്ത് പോയാലും കുടിക്കും, നിങ്ങൾ ശ്രദ്ധിക്കണം. അതെൻ്റെ ഒരു ശീല, ചെറുപ്പം മുതലുള്ള ശീല. പക്ഷെ ലൈഫിൽ ഒരേ ഒരു പ്രാവശ്യം, അന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഞാനിരുന്ന മുറിയിൽ ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായി. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ വായിൽ നിന്ന് പ്രാർത്ഥന മാറുന്നില്ല, എൻ്റെ അധരത്തിൽ നിന്ന് അന്യഭാഷകൾ മാറുന്നില്ല. ഞാൻ അസാധാരണമായ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഏതോ ഒരു വ്യത്യസ്തമായ കാര്യം ലൈഫിൽ നടക്കാൻ പോവാ. ഗ്ലോറി ടു ഗോഡ്, ജീസസ്. അന്ന് വളരെ സമയം പ്രാർത്ഥിച്ചു. ഞാനൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ എൻ്റെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് 2.5 മണിക്കൂർ ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു. എന്തുവാ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പോകേണ്ടിടത്ത് പോയില്ലെന്ന്. തിരിച്ച് ഞാൻ വീണ്ടും താമസിക്കുന്ന ഹോട്ടലിൽ വന്നു, വീണ്ടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ജീസസ്. ഞാൻ ചെല്ലേണ്ട വീട്ടുകാരെന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ അതിനേക്കാൾ വലുതെന്തോ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഞാൻ ചോദിച്ച പ്രയാസമുള്ള കാര്യം അന്ന് തൊട്ട് 3 ദിവസം തികയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി. ഞാനൊരു ദൂത് നിന്നോട് പറയാം, ചോദിച്ച കാര്യം പ്രയാസമുള്ളതാ, പക്ഷെ ഈ ദിവസങ്ങളിൽ അസാധാരണമായതൊന്ന് നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവുക. ചിലരെയൊക്കെ ദൈവ സ്വപ്നത്തിൽ കാണിക്കാൻ പോവുക. ചിലത് നിന്റെ വീട് സ്വപ്നമുറിയാകാൻ പോകുകയാ. നിന്റെ വീടിനകത്തെ നിരാശ പൊട്ടാൻ പോവുക. നിന്റെ വീടിനകത്തെ സങ്കടം പൊട്ടാൻ. ഓ കർത്താവേ, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞ നിന്റെ വീട്ടിൽ നീ ഗതി പിടിക്കാൻ പോവുക. ഒരിക്കലും വിജയിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിൽ നീ ജയിക്കാൻ പോവുക. ഓ എനിക്കറിയാം. ഇതൊരു ദൈവകൃപയുടെ സെക്ഷനാണ്. ഇതൊരു അഭിഷേകം പകരുന്ന സെക്ഷനാണ്. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചോ. എല്ലാവർക്കും ഈ ഫീൽ ഇല്ല, പക്ഷേ പ്രയാസമുള്ള കാര്യം ചോദിക്കുന്നവരിവിടെ ഉണ്ട്. എന്നെ ശ്രദ്ധിക്കണം, സമയം പാഞ്ഞു പോവുക. അടുത്ത 10-20 മിനിറ്റ് നിങ്ങൾ ഇച്ചിരുടെ ഏകാഗ്രതയോടെ ഇരിക്കണം. ഈ ദൂത് ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. ഗ്ലോറി ടു ഗോഡ്. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, ഇവർ 2 പേരും കൂടെ നടന്നു പോകുമ്പോൾ, ഗ്ലോറി, സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. കേട്ടോണം. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന്. എവിടുന്ന് വന്നു? ഇങ്ങോട്ട് നോക്ക്, പാസ് ബുക്കിൽ നോക്കിക്കോളൂ. നിങ്ങൾ എന്നെ നോക്ക്. എവിടുന്ന് വന്നു? അഗ്നിരഥങ്ങളും. ബൈബിൾ കേട്ടോ, ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയുമാ. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിനക്ക് വേണ്ടി ആര് യുദ്ധം ചെയ്യും? ദൈവം യുദ്ധം ചെയ്യും. ജീസസ്. നിനക്കെതിരെ പോരാടുന്ന ശക്തികളോട് ദൈവം പോരാടും. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീരിട്ട് ചുട്ടുകളയും. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധം നൃത്തം ചെയ്യും. Glory to God. സ്തുതിക്കാവുന്നവരെ സ്തുതിക്കാവൂ. യേശുവിന്റെ നാമത്തില്. ആഹാബേ, നിന്റെ രഥത്തിന് എത്ര ശക്തിയുണ്ടോ അതിനേക്കാൾ ശക്തി പ്രാർത്ഥിക്കുന്ന ഏലിയാവിനുണ്ട്. ഓ ഗ്ലോറി, കൃപ. നിങ്ങൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നോക്കി, അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. ഇവരെ 2 പേരും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. 3 കാര്യം അവിടെ ഇറങ്ങി. 1 അഗ്നിരഥം, 2 അഗ്നി അശ്വം, 3 തമ്പുരാന്റെ ചുഴലിക്കാറ്റ്. ഇത് സംഭവിച്ച കേൾക്കണോ? ജീസസ്, ബാ ദൈവാസൻ, ബാ
എലിയാവുന്ന എലിശാവുന്നോ? എലിശ കണ്ടോ, ഇരട്ടിയല്ല പിടുത്തം. നിങ്ങൾ നോക്ക്, രണ്ടുപേരും ചേർന്ന് നടക്കുക. ജീസസ് പോകുന്നതിനിടയ്ക്ക് എലിയാവിനോട് ചോദിക്കുന്നുണ്ട്, ജീസസ് ചോദിച്ച കാര്യം തരുമോ? എലിയാവ് പറയാ, പ്രയാസമുള്ളതാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ജീസസ് പെട്ടെന്ന് എലിയാവിനെ ജീസസ് അഗ്നിരഥവും അഗ്നിയശും ചുഴലിക്കാറ്റും രണ്ടാക്കി മാറ്റി. ഏലിശയ്ക്ക് ഏലിയാവിനോട് അടുക്കാൻ വയ്യാത്തൊരു അന്തരീക്ഷം ഉണ്ടായി. അതിനർത്ഥം ഏലിശ തള്ളപ്പെട്ടെന്നല്ല, മറിച്ച് എന്തോ കൊതിച്ചോ അത് കൈമാറാൻ പോവാ. ഒരാമീൻ വരുന്നില്ല. ഇനി ദൂത് പറയുമ്പം ഞാനൊരു ദൂതൂടെ പറയാം, കൊതിച്ചത് കൈമാറാൻ പോവാ. ഒന്ന് അടുത്തിരിക്കുന്ന തൊട്ട, നീ കൊതിച്ചത്, യേശു നീ ആഗ്രഹിച്ചത്, നീ പ്രാർത്ഥിച്ചത്, ഉടനെ ഒരു കൈമാറ്റം നടക്കും. ഒരു അധികാരത്തിന് കൈമാറ്റം, ഒരു അഭിഷേകത്തിന്. ഗ്ലോറി. ശ്രദ്ധിച്ചു കേൾക്കണം. ഇതൊന്നും പ്രതീക്ഷിച്ചല്ല പോയേ, ആണോ? അല്ല, പ്രതീക്ഷിക്കാത്തത് എന്തൊക്കെയോ നിന്റെ സ്പിരിച്വൽ ലൈഫിൽ നടക്കാൻ പോവുക. ചിലരൊക്കെ നിന്നെ ബന്ധിച്ചിട്ട് മാറിയിരുന്ന് ചിരിക്കുക. അവൻ അറിയും നിന്റെ കെട്ട് പൊട്ടിയെന്ന്. എവിടൊക്കെയോ അഭിഷേകത്തിന്റെ ചലനം ഞാൻ കാണുകയാ. എവിടൊക്കെയോ ആത്മാവിന്റെ പകർച്ച ഞാൻ കാണുക. എവിടൊക്കെയോ ആളിക്കത്തുന്ന തീ ഞാൻ കാണുക. ഹല്ലേലൂയ. എനിക്ക് ദൂത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയത്തില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഞാൻ ആ ഭാഗം ഈ അടുത്ത സമയത്തൊന്നും വായിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ദൈവം ഈ വചനം ഇടപെടുക. 3 കാര്യങ്ങൾ വന്നു: അഗ്നിരഥം, അഗ്നി അശ്വം, തമ്പുരാന്റെ ചുഴലിക്കാറ്റ്. ഈ അഗ്നിരഥവും അഗ്നി അശ്വവും കൂടെ കയറി പൊതിഞ്ഞ് ചുഴലിക്കാറ്റിൽ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. അവൻ നിലവിളിക്കുക, എന്റെ പിതാവേ. പ്രയാസമുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നെ മറക്കല്ലേ. നീ ചോദിച്ച കാര്യം പ്രയാസമാ, പക്ഷേ നടക്കത്തില്ലെന്നല്ല, നടക്കും. അത് നടത്തി തരും. അതിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നേ. സ്തുതിക്കാമെങ്കിൽ സ്തുതിച്ചോ. അടുത്തിരിക്കുന്ന ആളിന്ന് ധൈര്യപ്പെടുന്നത് നടക്കാൻ പോവാന്ന് പറ. യേശു അത് നടത്തി തരാൻ പോവാ. നിന്റെ ദൈവം ആ കാര്യം നടത്തി തരാൻ പോവാ. നിന്റെ കുഞ്ഞിന്റെ കാര്യം നടത്തി തരാൻ പോവാ. കാനായിലെ കല്യാണം മാത്രമല്ല, നിന്റെ വീട്ടിലിറങ്ങി കല്യാണം നടത്താൻ ആഗ്രഹമുണ്ട് യേശുവിന്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഈ പരിശുദ്ധാത്മാവ് തരുന്ന അനുഭവം ആരോടും പറഞ്ഞൊന്നും അവർക്ക് മനസ്സിലാകുകയില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരോടും പറയാത്ത എന്തുമാത്രം സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്? എനിക്കൊക്കെ ഉണ്ടായതിൻ്റെ 4-1 കാര്യം ഞാൻ ശേജ പറഞ്ഞില്ല. അരയും തുമ്പും പറഞ്ഞപ്പോൾ ഇത്രയും പ്രശ്നം. പിന്നെ ചോയെന്ന് പറഞ്ഞാലോ, ഞാനൊക്കെ എപ്പോഴും കൊതിക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവെ, പൗലോസിനെ എടുത്തോണ്ട് പോയില്ല, എന്നെ ഒന്ന് എടുത്തോണ്ട് പോണേ. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തോണ്ട് നടന്ന പോലെ എന്നെ ഒന്ന് എടുത്തോണ്ട്. അതിനർത്ഥം നിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിലാണ് കൊണ്ടുപോകുന്നൊന്നുമല്ല. ആത്മാവിൽ എടുത്തോണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ആത്മാവിൽ പോകുന്നവൻ ആ ഫീൽ ഉണ്ടാവും. ഗ്ലോറി ടു ഗോഡ്. എനിക്ക് ദൈവം തരുന്നൊരു ബോധ്യം പറഞ്ഞ് ഞാൻ നിർത്താൻ പോവാ. എനിക്ക് ദൈവാത്മാവ് പറയുക, ചിലരുടെ ലൈഫിൽ ഇതുവരെ നടക്കാത്ത ചില സംഭവങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടക്കും. നിന്റെ ശത്രു കാണുക വിരുന്നൊരുക്കപ്പെടും. നിന്റെ വീടൊരു അസാധാരണ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവാ. നിന്റെ സന്തതിയിൽ അസാധാരണമായ പ്രവൃത്തി.
ഏലിശ അവിടെ കിടന്ന് നിലവിളിക്കുക. ആ നിലവിളിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാമോ പാസ്റ്ററെ? എലീശ അത് കണ്ടിട്ട് ആ, എന്റെ പിതാവേ, എന്റെ പിതാവേ, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. ആ, പിന്നെ അവനെ കണ്ടില്ല. ആ, അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് ആ, 2 ഖണ്ഡമാക്കി കീറിക്കളഞ്ഞു. ആ, പിന്നെ അവൻ ഏലിയാവിന്റെ മേൽ നിന്ന് വീണ ആ, പുതപ്പെടുത്ത് ആ, മടങ്ങിച്ചെന്ന് ആ, യോർദാൻ അരികെ നിന്നു. ആ, ഏലിയാവിനിൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് ആ, അവൻ വെള്ളത്തെ അടിച്ചു. ആ, ഏലിയാവിന്റെ ദൈവമായ യഹോവേ ആ, എവിടെ എന്ന് പറഞ്ഞ് ആ, അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ ആ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ഓ, അവനൊരു കാര്യം മനസ്സിലായി. ചോദിച്ച കാര്യം പ്രയാസമാ, പക്ഷെ അത് നേടി. ആരിലൊക്കെയോ പുതിയ ചിലത് ദൈവം കൈമാറുക. ആരുടെയൊക്കെയോ ലൈഫിൽ പുതിയ ചിലത്. നീ ഇങ്ങനെ ഇരുന്നാ പോരാ, നിനക്കൊരു അഭിഷേകം വേണം. യേശുവിൻ്റെ നാമത്തിൽ വിടത്തില്ലെന്ന് പറഞ്ഞെടുത്ത് വഴിയുണ്ടാകണം. തടസ്സമെന്ന് പറഞ്ഞെടുത്ത് നീ നാമി മുന്നോട്ട് പോകാൻ പോവുക. പ്രാർത്ഥിച്ചോ, നീ ചോദിച്ച കാര്യം പ്രയാസമാ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാനവിടെ വിടുക. നീ ആഗ്രഹിച്ചതൊക്കെ ഉടനെ നടക്കും. ഒന്നടുത്തിരിക്കുന്ന ആളെ തൊട്ടേ പറ, ആഗ്രഹിച്ചതൊക്കെ. ലൈവിൽ കാണുന്നവരോടൊന്ന് പറഞ്ഞ്, ആഗ്രഹിച്ചതൊക്കെ ഉടനെ നടക്കും. ഒരു സാധ്യതയില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാ, പക്ഷെ നിനക്കത് ലഭിച്ചിരിക്കും, നിനക്കത് കിട്ടിയിരിക്കും, നീ അത് പ്രാപിച്ചിരിക്കും. താമസിയാതെ നിന്റെ വീട് വിരുന്ന് വീടായി മാറും. നിന്റെ വീടിൻ്റെ സ്ഥിതി മാറും. നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറും. ആഗ്രഹിച്ചത് ദൈവം തരാൻ പോവാ.